വളരെ പ്രായം ചെന്ന ഒരാൾ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ചോദിച്ചു, നിങ്ങൾ ആരാ? അവൻ പറഞ്ഞു, ഇവിടെ പണ്ട് താമസിച്ചിരുന്ന ഒറ്റക്കണ്ണിയുടെ മകനാണ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, നിന്റെ അമ്മ മരിച്ചുപോയി. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ എന്തെങ്കിലും വരുമെന്ന് വിചാരിച്ച് നിന്റെ അമ്മ എൻ്റെ കയ്യിലൊരു കത്ത് തന്നിട്ടുണ്ടായിരുന്നു എന്ന്. അദ്ദേഹം അകത്ത് കയറി ആ കത്തുമായി പുറത്തു വന്നു. ആ കത്ത് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തുറന്നു വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എൻ്റെ പ്രിയപ്പെട്ട മോന്, നീ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് കരുതിയാണ് അമ്മ ഈ കത്ത് എഴുതുന്നത്. നീ തിരിച്ചു വരുമ്പോഴേക്കും അമ്മ ഈ ഭൂമിയിലുണ്ടാകുമോ എന്നെനിക്കറിയില്ല. നീ എവിടെയാണ് എന്ന് അമ്മയ്ക്കറിയില്ല. പക്ഷേ നീ ഒരു സത്യം അറിയേണ്ടതുണ്ട്. നമ്മൾ താമസിച്ചിരുന്നത് പട്ടണത്തിലായിരുന്നു. നീ ജനിച്ച് 1 വയസ്സാകുമ്പോഴേക്കും നിന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. പിന്നീട് 2 വയസ്സ് നിനക്ക് പ്രായമാകുമ്പോൾ നീ ഒരു കളിപ്പാട്ടത്തിൽ കളിക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്നൊരു കമ്പ് നിന്റെ കണ്ണിൽ കൊണ്ട് ഒരു കണ്ണ് നഷ്ടമായി. ഡോക്ടർ പറഞ്ഞു, എൻ്റെ കണ്ണ് നിനക്ക് നൽകാമെന്ന്. അങ്ങനെ ഒരു സർജറിക്ക് വേണ്ടി നമ്മുടെ വീടും പറമ്പും എല്ലാം വിറ്റു. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഞാൻ ഒറ്റക്കണ്ണിയായി മാറിയത് എങ്ങനെയാണെന്ന് ആരോടും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നീ വളർന്നപ്പോൾ എൻ്റെ ഒറ്റക്കണ്ണ് നിനക്ക് ഒരു അപമാനമായി. നീ നാടുവിട്ടു. പക്ഷേ മോനെ, ഇന്ന് ഞാൻ ആശ്വസിക്കുന്നു. കാരണം നീ കണ്ണാടിയിൽ നോക്കുമ്പോഴെങ്കിലും എൻ്റെ കണ്ണിലൂടെ അമ്മയ്ക്ക് നിന്റെ മുഖം കാണാമല്ലോ എന്ന്. നിന്റെ സ്വന്തം അമ്മ. ഇതാണ് കഥ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്: നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ അറിയാതെ പോലും ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീഴരുത് എന്നുള്ള ബോധത്തോടു കൂടിയാണ് നമ്മളോട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, നമ്മളെ പലപ്പോഴും വിലക്കുന്നത്. അതുകൊണ്ട് അനുഭവങ്ങളിലുള്ളവരാണ് അവർ എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഓഷോ പറഞ്ഞൊരു കാര്യമുണ്ട്: മാതൃത്വം എന്ന് പറയുന്നത് ഒരു മഹാധ്യാനമാണ്. ഒരു ചിത്രകാരൻ ഒന്നുമല്ല അമ്മയുടെ മുമ്പിൽ. ഒരു ചിത്രകാരൻ ചിത്രം രചിക്കുന്നു. ഒരു ശില്പി ഒന്നുമല്ല അമ്മയുടെ മുമ്പിൽ. ആ ശില്പി മാർബിൾ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു കവി ഒന്നുമല്ല അമ്മയുടെ മുമ്പിൽ. കവി കവിത രചിക്കുന്നു. പക്ഷേ അമ്മ എന്ന് പറയുന്നത് ഒരു കവിയാണ്, ഒരു ശില്പിയാണ്. അമ്മ സൃഷ്ടിക്കുന്നത് ശില്പത്തെയല്ല, കവിതയെയല്ല. നേരെ മറിച്ച് അമ്മ സൃഷ്ടിക്കുന്നത് ഒരു അവബോധത്തെയാണ്, ഒരു ജീവിതത്തെയാണ് സൃഷ്ടിക്കുന്നത്. ആ ബോധം നമുക്കും ഉണ്ടാവണം.